അപ്പോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. Okay. ഇന്ന് നമ്മള് പോർഷൻസ് നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ന് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മൾ എത്രത്തോളം എന്താ പറയാ പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറ്റുള്ളവർ ജോയിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ് എടുക്കല്ലോ, അതായത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് തിയറി മോഡ്യൂളിലത്തെ പോർഷൻസ് ഒക്കെ നമ്മൾ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രിസർവേഷൻ ടെക്നോളജിയിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രിസർവേഷൻ ടെക്നോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡീഹൈഡ്രേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്തായിരുന്നു, റെഫ്രിജറേഷൻ എന്താണ്, ഫ്രീസിങ് എന്താണ്, ആൻഡ് അതിന്റെ കാനിങ് മെത്തേഡ്, പിന്നെ ജാം, ജെല്ലി, മാർമലേഡ്, പ്രിസർവ്സ്, പിക്കിൾസ്, അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് അഡ്വാൻസ്ഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രിസർവേഷൻ ടെക്നോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് ഡിസ്കസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിലെ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ടൈപ്സ് ഓഫ് ഡ്രൈവേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലിസ്റ്റ് 2 എക്സാമ്പിൾസ് ഓഫ് പ്രൊഡക്ട്സ്. ഇപ്പൊ അതില് ലിസ്റ്റ് 1 ക്യാബിനറ്റ് ഡ്രയർ, ഡ്രം ഡ്രയർ, ഫോമാറ്റ് ഡ്രയർ, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ, ഈ ഡ്രൈവേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അതിന്റെ ഏതൊക്കെ പ്രൊഡക്ട്സിനാണ് അത് യൂസ് ചെയ്യാൻ. പീസ്, ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് പീസ്, ഗ്രെയിന്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ജലാറ്റിൻ, പൊട്ടാറ്റോ പൗഡർ, ഫ്രൂട്ട് ജ്യൂസ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കാം? ഓക്കെ, ആ അതായത് ഇപ്പൊ നമ്മൾക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അതായത് ഏകദേശം ഒരു ഐഡിയ വരണം. അതായത് ഏതൊക്കെ പ്രൊഡക്ട്സ് എന്തിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പീസ് അല്ലെങ്കിൽ ഗ്രെയിൻസിനൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം അത് D1 ആണ് ഓപ്ഷൻ വരിക. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. ഓക്കെ, ആൻസർ 4 ആണ്. മിസ്, പറഞ്ഞോളൂ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആപ്പിൽ കൊടുത്തേക്കുന്നത് തെറ്റാ. എന്താ കൊടുത്തേക്കുന്നത് ഇതറിയോ? ആപ്പിൽ കൊടുത്തേക്കുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A1, B2, C3 അങ്ങനെ നേരെ നേരെ വരുന്നതാ ആപ്പിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ആണോ? ഞാനതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതില് ഇപ്പൊ ആൻസർ കറക്റ്റ് വരുന്നത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയേഴ്സിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പി അല്ലെങ്കിൽ ഗ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡ്രം ഡ്രയർ, ഇപ്പം ബി ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൗഡേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രം ഡ്രയേഴ്സ് യൂസ് ചെയ്യുക. അപ്പം ബി എന്ന് പറയുന്നത് 3 ആണ്. അതെന്താ അറിയില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ആൻസർ വരുന്നത് എന്തായാലും 4 ആണ്. മേ ബി അത് കൊടുത്തപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതോ എന്തായി, ഞാനതൊന്ന് നോട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. നിങ്ങൾ ഇതെല്ലാം ഡിസ്കസ് മീൻസ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഏതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ 2 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെ. ആൻസർ വരുന്നത് 4 ആണ്. കാരണം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനത് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് വരുന്ന ഒരു മാത്സിൽ ഫോളോയിങ് ആണ്. നമ്മളെ ലിസ്റ്റ് 1 ഒരാൾ ആരാണ്, ദൃശ്യാണ് തോന്നുന്നു ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. 6 പേരുടെ അടുത്തൊക്കെ ഉണ്ട്, സോറി 8 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ആൻസേഴ്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് 1 ഷുഗർ, സോൾട്ട്, വിനെഗർ, ഓയില്, ആൻഡ് ലിസ്റ്റ് 2 പിക്കിൾസ്, ജാം, ബ്രൈന്, അതുപോലെ തന്നെ ഗ്ലേഷ്യർ അസിറ്റിക് ആസിഡ്. അപ്പം ഇതിലിപ്പോ നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പൊ ഷുഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ലിസ്റ്റ് 2 നോക്കുമ്പോൾ മാക്സിമം നമുക്ക് അതായത് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നത് ജാമിലാണെന്ന് അറിയാം. അപ്പോൾ A2 വരുന്ന ഓപ്ഷൻസ് നമ്മളപ്പോ നോക്കാം. അപ്പൊ 2ഉം അതുപോലെ തന്നെ 3യും എന്ത് വരുന്നുണ്ട്, എന്താ പറയാ, ഷുഗർ ജാം ആയിട്ട് വരുന്നുണ്ട്. രണ്ടിലും B എന്ന് പറയുന്നത് 3 ആണ്, അതായത് സോൾട്ട് ബ്രൈൻ ആണെന്ന് അറിയാം. പിന്നെ C എന്ന് പറയുന്നത് 4 ആണോ 1 ആയിരിക്കും വരിക, അതായത് വിനഗർ എന്ന് പറയുന്നത് പിക്കിൾ ആയിരിക്കോ അതോ ഗ്ലേഷ്യൽ ആസിറ്റിക് ആസിഡ് ആയിരിക്കോ? വിനാഗർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എന്തായിരിക്കാം? വിനെഗർ എന്തായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്? അയ്യോ അല്ല, ആസിറ്റിക് ആസിഡ് ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ നോക്കുമ്പോൾ അറിയാം വിനെഗർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്ലേഷ്യൽ ആസിറ്റിക് ആസിഡ് ആണ്. ഓയിൽസ് ആണ് നമ്മൾ പിക്കിൾ ആയിട്ട് ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 2 ആണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഏതൊക്കെയാണെന്നാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് drying rate is the amount of water removed from a given weight of a material in a particular time interval. അതായത് ഡ്രൈയിങ് റേറ്റ് കർവ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഡ്രൈയിങ് റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് rate of drying is rapid when food is dried in a moist air. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? അതായത് ഡ്രൈയിങ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ റിമൂവ്ഡ് ഫ്രം എ ഗിവൺ വെയിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഇൻ എ പെർട്ടിക്കുലർ ടൈം ഇന്റർവൽ. കറക്റ്റ് ആണോ ആൻസർ? അതായത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 പോകാം. റേറ്റ് ഓഫ് ഡ്രൈയിങ് ഈസ് റാപ്പിഡ് when food is dried in a moist air. അപ്പൊ അത് കറക്റ്റ് ആണോ? റേറ്റ് ഓഫ് ഡ്രൈയിങ് അതായത് നമ്മളിപ്പോ മോയിസ്റ്റ് എയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡ്രൈയിങ് റേറ്റ് കർവ്, അതായത് പെട്ടെന്ന് അവിടെ ഡ്രൈയിങ് നടക്കില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് ഡ്രൈ എയർ യൂസ് ചെയ്യുമ്പോഴാണ്, നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ 3 നമ്മളിപ്പോ പറഞ്ഞതാണ്. അതായത് ഡ്രൈ എയർ ആണ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വരുന്നതെന്നാണ്. വീണ്ടും ഒരു അസേർഷൻ അതുപോലെ തന്നെ റീസൺ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അതിനുള്ള റീസൺ ആണോ നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അതിൽ ഫസ്റ്റ് പറയുന്ന അസേർഷൻ എ എന്ന് പറയുന്നത് salt is used as a major preservative in pickle. ഓക്കെ, റീസൺ, അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ salt inhibits the enzymatic browning in the processed pickles. ഓക്കെ, അസേർഷൻ കറക്റ്റ് ആണ്. അതായത് salt is used as a മേജർ പ്രിസർവേറ്റീവ് ഇൻ പിക്കിൾ, അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇനി അതിന്റെ റീസൺ, അതായത് നമ്മൾ മേജർ പ്രിസർവേറ്റീവ് ആയിട്ട് സോൾട്ട് യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് സോൾട്ട് ഇൻഹിബിറ്റ്സ് എൻസൈമാറ്റിക് ബ്രൗണിങ് ഇൻ ദി പ്രോസസ്ഡ് പിക്കിൾസ്. ശരിയാണോ അത്? സോൾട്ട് എൻസൈമാറ്റിക് ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്കറിയാം സോൾട്ട് നമ്മൾ പിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഓക്കെ, സോൾട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വന്ന ഫെർമെന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓസ്മോസിസ് ആണ്. പക്ഷെ ഇതിൽ നമ്മൾ പറയുന്നത് സോൾട്ട് എൻസൈമാറ്റിക് ബ്രൗണിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും? ആൻസർ പറയുന്നത് 1 ആണ് വരുന്നത്. സോൾട്ട് ഇൻഹിബിറ്റ്സ് എൻസൈമാറ്റിക് ബ്രൗണിങ് ഇൻ പിക്കിൾസ്. ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ സോൾട്ട് എൻസൈമാറ്റിക് ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി എന്താണ് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സ് വഴി ഞാൻ പറയാം. അതായത് സോൾട്ട് ഇൻഹിബിറ്റ്സ് എൻസൈമാറ്റിക് ബ്രൗണിങ് ഇൻ പീപ്പിൾസ്, ഇറ്റ് റെഡ്യൂസസ് വാട്ടർ ആക്ടിവിറ്റി, നമുക്കറിയാം. അതായത് ഓസ്മോസിസ് വഴി അതാ ചെയ്യുന്നുണ്ട്. അതായത് സോൾട്ട്സ് ഡ്രോസ് ഔട്ട് ദി വാട്ടർ ഫ്രം ദി ഫുഡ്, reducing the water available for enzymatic reactions including those that cause browning. Okay, inhibit enzymatic browning is caused by polyphenol oxidase.
salt can inhibit the activity of these enzymes, slowing down the browning process. അതായത് ഡയറക്റ്റ് ആയിട്ട് സോൾട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മീൻസ് എൻസൈമാറ്റിക് ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ്ലി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അൺഫേവറബിൾ എൻവയോൺമെന്റ്. High salt concentration create osmotic stress, which makes it difficult for enzymes and microbes to function properly. അതായത് എൻസൈമാറ്റിക് ബ്രൗണിങ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോളിഫിനോളിന്റെ അല്ലെങ്കിൽ ആ എൻസൈംസ് ഒക്കെ എന്താകണം, ആക്ടിവേറ്റ് ആകണം. അപ്പൊ അവിടെ എന്താ പറയാ, വാട്ടർ ഇല്ല, അല്ലെങ്കിൽ ഈ സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ എൻസൈംസിന്റെ ആക്ഷൻ അവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. Okay, in fermented pickles, salt controls the rate and type of the fermentation while also enhancing the flavor and preventing browning of the fruits and vegetable surface. അപ്പൊ നമുക്കിപ്പോ ഒരു എന്താ പറയാ, നമ്മളുടെ പെട്ടെന്ന് ചിന്തിക്കുന്ന സമയത്ത് സോൾട്ട് എന്താ പറയാ, എൻസൈമാറ്റിക് ബ്രൗണിങ് ഇൻഹിബിറ്റ് ചെയ്യുന്നില്ല എന്നായിരിക്കാം. പക്ഷെ ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, സോൾട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പിക്കിൾസ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് these are the methods of processing obtained by the application of heat. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്രീസിങ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബേക്കിംഗ്, ഓപ്ഷൻ സി ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ ഡി ചില്ലിംഗ് ആൻഡ് ഓപ്ഷൻ ഇ ഫ്രീസ് ഡ്രൈ. അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഏതിലൊക്കെയായിരിക്കാം? ഫ്രീസിങ് ഉണ്ട്, ബേക്കിംഗ് ഉണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട്, ചില്ലിംഗ് ഉണ്ട്, ഫ്രീസ് ഡ്രൈയിങ് ഉണ്ട്. ഏതിലൊക്കെ ആയിരിക്കാം? കറക്റ്റ് ആണ്, ബിയും സിയും. അതായത് ബേക്കിങ്ങിലും ഡീഹൈഡ്രേഷനിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബേക്കിങ്ങിലും ഡീഹൈഡ്രേഷനിലാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ, ബി ആൻഡ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ 1 പറഞ്ഞു. ഓക്കെ, ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് കൊമേഴ്ഷ്യലി യൂസ്ഡ് ടു മേക്ക് 2-piece can. ഓക്കെ, ഇത് നമ്മൾ കാനിങ് പറഞ്ഞ സമയത്ത് 2-piece can എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3-piece can എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2-piece can എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു ജോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ 2-piece can എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 3-piece can എന്ന് പറയുമ്പോൾ അവിടെ ഒരു സോൾഡറിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് 2-piece can. ഓക്കെ, ആൻസർ പറഞ്ഞു കഴിഞ്ഞു അവിടെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആൻഡ് ഇ ആണ് അതിലുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഡ്രോൺ ആൻഡ് അയേൺ മെത്തേഡും അതുപോലെ തന്നെ ഡ്രോൺ ആൻഡ് റീഡ്രോൺ മെത്തേഡാണ് ഈ 2-piece cans നമ്മൾ കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. Okay, 2-piece cans are typically made using deep drawing methods that include drawn and iron method. It is used for making beverage cans. The metal is stretched and ironed to form a thin-walled can. Okay, drawn and redrawn method എന്ന് പറയുമ്പോൾ used for food cans. The metal is drawn multiple times to achieve the desired shape. ഇനി അതിൽ വേറെ എന്താ പറയാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സോൾഡേർഡ് സൈഡ് സീംസ്. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 3-piece cans മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 2-piece can ആൻസർ കിട്ടി. അപ്പൊ 3-piece cans നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോൾഡേർഡ് സൈഡ് സീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ട്വിൻ വയർ ഫോമിംഗ് മെത്തേഡ്. ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു മെറ്റൽ can ഫോമിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വയർ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ട്വിൻ വയർ ഫോമിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോ മെത്തേഡ് നമ്മൾ ഗ്ലാസ് ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീപ് ഡ്രോയിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2-piece cans ചെയ്യുന്നത്. 3-piece cans ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സോൾഡേർഡ് സൈഡ് സീംസ്. ആൻഡ് ബ്ലോ മെത്തേഡ് ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 3-piece cansൽ വേറെ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാന്നാണ്? സോൾഡേർഡ് സൈഡ് സീംസ്, വെൽഡഡ് സൈഡ് സീംസ്, അഡ്ഹസീവ് ബോണ്ടഡ് സീം. അതായത് നമ്മൾ പറഞ്ഞു 3-piece can എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒരു ജോയിന്റ് വരും. അപ്പൊ അത് ജോയിന്റ് വരണമെങ്കിൽ ഒന്നിൽ വെൽഡിങ് അല്ലെങ്കിൽ സോൾഡറിങ് അല്ലെങ്കിൽ തന്നെ
അഡ്ഹസീവ്സ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് 3-piece ക്യാൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് ഹൈ വെലോസിറ്റി കോൾഡ് എയർ ഈസ് യൂസ്ഡ് ടു ഫ്രീസ് ദി ഫുഡ്. ഇതിൽ ഏത് മെത്തേഡ് ആണ് ഹൈ വെലോസിറ്റിയിൽ നമ്മൾ കോൾഡ് എയർ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫ്രീസിങ്, ഓപ്ഷൻ 2 ക്വിക്ക് ഫ്രീസിങ്, 3 എന്ന് പറയുന്നത് ബ്രൈൻ ഫ്രീസിങ് ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫ്രീസിങ്. ഏതായിരിക്കാം? ഓക്കെ, കറക്റ്റ് ആണ്, ഓപ്ഷൻ 4 ആണ്. അതായത് ഇപ്പൊ നമ്മള് കോണ്ടാക്ട് ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് വിത്ത് റെഫ്രിജറന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മള് എന്താ പറയാ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ക്വിക്ക് ഫ്രീസിംഗ് എന്താന്ന് നമുക്കറിയാം. അപ്പൊ അതിലൊന്നും കോൾഡ് എയർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബ്രൈൻ ഫ്രീസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനായിരിക്കാം ബ്രൈൻ ഫ്രീസിംഗ്? ഇമോഷൻ ഫ്രീസിംഗിലാണ് നമ്മൾ ബ്രൈൻ ഫ്രീസിംഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയാ സൊല്യൂഷനും സോൾട്ട് ബ്രൈനും അല്ലെങ്കിൽ ലിസറോൾക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇമോഷൻ ഫ്രീസിംഗ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ആണ്. അത്രയും ഹൈ വെലോസിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോൾഡ് എയർ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോളോയിങ് ഈസ് ദി അനേറോബിക് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. അതായത് അവിടെ എയർ ആയിട്ട് കോണ്ടാക്ട് വരാതെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് എങ്ങനെ പ്രിസർവ് ചെയ്യാം? ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ 2 കാർബണേഷൻ, ഓപ്ഷൻ 3 എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ ആൻഡ് ഓപ്ഷൻ 4 ഫ്രീസിങ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ വരാനുള്ള ചാൻസ്? ഒന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? Anaerobic method of preservation of fruit juices. എയർ ആയിട്ട് കോണ്ടാക്ട് വരാതെ നമുക്ക് എങ്ങനെ ഫ്രൂട്ട് ജ്യൂസസ് പ്രിസർവ് ചെയ്യാം? ത്രീ അല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് ഫ്രൂട്ട് ജ്യൂസസിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പം അതിൽ എന്തായാലും എന്താ പറയാ എയർ ആയിട്ട് കോണ്ടാക്ട് വരും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഓട്ടോക്ലേവോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായാലും നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും, എയർ ആയിട്ട് കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പാസ്ചറൈസേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിലും എയർ ആയിട്ട് അവിടെ കോണ്ടാക്ട്, നമ്മൾ ഒരിക്കലും എയറിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സോ അങ്ങനെയൊന്നും അവിടെ ചെയ്യുന്നില്ല. പിന്നെ ഫ്രീസിങ്ങിലാണെന്നുണ്ടെങ്കിലും എന്തായാലും എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് കാർബണേഷൻ ആണ് കേട്ടോ ആൻസർ. അനറോബിക് മെത്തേഡ് എന്ന് പറയുന്നത് കാർബണേഷൻ ആണ്. Anaerobic preservation it refers to the methods that inhibits microbial growth by removing or reducing oxygen. ഓക്കെ, അപ്പൊ അവിടെ കാർബണേഷൻ അല്ലെങ്കിൽ ആഡിങ് കാർബൺ ഡയോക്സൈഡ്, ഇപ്പൊ നമ്മള് എന്താ പറയാ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങിൽ ഒക്കെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയും. അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഓക്സിജന്റെ പ്രസൻസ് കുറച്ചിട്ട് കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ് കൂട്ടുക. അതാണ് കാർബണേഷൻ. ആഡിങ് കാർബൺ ഡയോക്സൈഡ് creates an anaerobic environment in fruit juices, preventing growth of spoilage bacteria and mold. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നു, പക്ഷെ അനറോബിക് എൻവയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പാസ്ചറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഓക്സിജൻ എക്സ്പോഷർ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഫ്രീസിംഗിലാണെന്നുണ്ടെങ്കിൽ മൈക്രോബ്ലാക്ടീരിയ സ്ലോസ് ഡൗൺ ചെയ്യുന്നു, പക്ഷെ ഒരിക്കലും നമ്മളവിടെ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നില്ല. അപ്പം അനറോബിക് പ്രിസർവേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കാർബണേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഡ്രൈയിങ് ടെമ്പറേച്ചർ റേഞ്ച് യൂസ്ഡ് ഇൻ മെക്കാനിക്കൽ ഡീഹൈഡ്രേഷൻ പ്രോസസ്? ഓക്കെ, അതായത് നമ്മൾ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യാനുള്ളത്? ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് 82 to 92 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ 2 എന്ന് പറയുന്നത് 71 to 77 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ 3 45 to 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബവ്. ഏതായിരിക്കും ആൻസർ വരാൻ? ഒന്ന് ഗസ്റ്റ് ചെയ്തൊക്കെ ഇതിൽ നമുക്ക് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന്
ഗസ് ചെയ്ത് നോക്കി കറക്റ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക് കറക്റ്റ് ആണെങ്കിലോ. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായിരിക്കാം ആൻസർ? മെക്കാനിക്കൽ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഒന്ന് ഗസ് ചെയ്യേ, ഇതായിരിക്കാം. ആരും ഗസ് ചെയ്യുന്നില്ലേ? സിമ്പിൾ ആണല്ലോ. ആരും പറയുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞേ. അറിയില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. അപ്പൊ അതായത് നമ്മള് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മള് മെക്കാനിക്കൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത്രയും എയർ വെലോസിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 45 to 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് അത്രയും ലോ ടെമ്പറേച്ചർ ആണ്. ആ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ഒരിക്കലും മെക്കാനിക്കൽ ഡീഹൈഡ്രേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 71 to 77 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഒരു 82 അല്ലെങ്കിൽ 92 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ പറയാ, അത്രയും ഹൈ ടെമ്പറേച്ചർ ആണ് വരുന്നത്. 90 to 90 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ എന്താ പറയാ, ഫുഡ് പ്രൊഡക്റ്റിലെ എയർ കടത്തിവിടുന്ന സമയത്ത് അവിടെ ന്യൂട്രീഷണൽ ലോസ് വരാനുള്ള ചാൻസ് മേ ബി പെട്ടെന്ന് ഡ്രൈ ആകും. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിന് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ന്യൂട്രീഷൻ ലോസ് ആകാനും അത് ടെക്സ്ചർ ഒക്കെ ഷ്രിങ്ക് ആകാനും അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് വരാനുള്ള ചാൻസ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 71 to 77 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഓക്കെ, ആൻസർ 2 ആണ് വരുന്നത്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞേക്കാണ്. ദി മെക്കാനിക്കൽ ഡീഹൈഡ്രേഷൻ പ്രോസസ് such as hot air drying is used to remove moisture from the products while maintaining quality. The typical drying temperature range used for mechanical dehydration is between 60 to 80 degrees Celsius depending upon the type of food being dried. For 80 to 92 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് ടു ഹൈ ആണ്. അപ്പൊ ബ്രൗണിങ്ങിനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 71 to 77 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐഡിയൽ റേഞ്ച് പറയുന്നത്. ആൻഡ് 45 to 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ബ്ലാഞ്ചിങ് ഇൻ പ്രോസസിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ബ്ലാഞ്ചിങ് എന്താന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ എന്താന്ന് ഇനി വീണ്ടും പറയണ്ടല്ലോ, എന്താണ് ബ്ലാഞ്ചിങ്? അതായത് നമ്മൾ ഹോട്ട് എയർ ഡിപ്പ് ചെയ്തിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, കോൾഡ് എയറിലോട്ട്, സോറി കോൾഡ് എയർ അല്ല, കോൾഡ് വാട്ടറിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ റോൾ ഓഫ് ബ്ലാഞ്ചിങ് അതിന്റെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്, 1 പ്രിവെന്റിങ് വാട്ടർ ആക്ടിവിറ്റി, ഓപ്ഷൻ 2 എന്ന് പറയുന്നത് പ്രിവെന്റ് എൻസൈമാറ്റിക് ബ്രൗണിങ്, ആൻഡ് ഓപ്ഷൻ 3 എന്ന് പറയുന്നത് പ്രിവെന്റ് നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്, ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കാം ആൻസർ? 2. ആ, പക്ഷെ ആൻസർ തെറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത് എന്താ പറയാ, അതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ അതാണ് പറയുന്നത്, നമ്മളെ ക്വസ്റ്റ്യൻസ് അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഓക്കെ, അതായത് മെയിൻ അതെന്താ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എൻസൈമാറ്റിക് ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ആക്ടിവിറ്റീനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങിന്റെയും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ഡിപ്പ് ചെയ്യുന്ന കോൾഡ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പൊ അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ് ടിഷ്യൂസ് ഒക്കെ സോഫ്റ്റൻ ആകുന്നുണ്ട്. അപ്പൊ അതിന്റെ വാട്ടറിന്റെ മൂവ്മെന്റ്സിനൊക്കെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വാട്ടർ ആക്ടിവിറ്റി പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അതായത് അതിലത്തെ മോയ്സ്ചർ
തമ്മിലുള്ള ആ ഒരു മൈക്രോ ഓർഗാനിസത്തിലത്തെ ഈ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങും പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാനൊന്നുകൂടി പറഞ്ഞു. ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. While blanching primarily targets and inactivate the enzymes that cause enzymatic browning, it can also indirectly influence non-enzymatic browning by reducing sugar content അവിടെ, അതായത് reducing sugars ഉണ്ടല്ലോ, അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ് ദി കളർ ഓഫ് സം പ്രൊഡക്ട്സ്. ആൻഡ് അതുപോലെ തന്നെ അതിന്റെ വേറെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ബ്ലാഞ്ചിങ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് റിമൂവ് സം സർഫസ് ഡേറ്റ ആൻഡ് മൈക്രോ ഓർഗാനിസം, ഇറ്റ് ബ്രൈറ്റൻസ് ദി കളർ, ഹെൽപ്സ് സ്ലോ വൈറ്റമിൻ ലോസ്, വിൽറ്റ് ഗ്രീൻ ആൻഡ് സോഫ്റ്റൻ സം വിൽറ്റ്. വിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ചുക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. വിൽറ്റ് അതായത് എന്താ പറയാ, ചുങ്ങാന്നൊക്കെ നമ്മൾ ഇപ്പൊ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുമ്പോ എങ്ങനെയാണ് ജസ്റ്റ് ചുങ്ങി, അതാണ് ഉദ്ദേശിക്കുന്നത്. മേക്ക് വെജിറ്റബിൾ ഈസിയർ ടു പാക്ക്, റിമൂവ് ഗ്യാസ് ഫ്രം റോ മെറ്റീരിയൽ ടിഷ്യൂസ്. അതൊക്കെ ചിലപ്പോൾ മേ ബി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ്സ് ആണ്. അപ്പോ ഇറ്റ് റിമൂവ് ഗ്യാസ് ഫ്രം ദി റോ മെറ്റീരിയൽ ടിഷ്യൂസ്, ഷ്രിങ്ക് ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ടറിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ വാട്ടർ ആ ഒരു ടിഷ്യൂസിൽ കുറയും എന്നുള്ളത്. ആൻഡ് എലിമിനേറ്റ് സ്ട്രോങ് അൺഡിസൈർഡ് ഫ്ലേവേഴ്സ്, kill certain bacteria, and blanching can increase the drying rate of certain foods. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്ന സമയത്ത് ഡ്രൈയിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വിച്ച് ക്യാൻ ലീഡ് ടു ഫാസ്റ്റർ റിഡക്ഷൻ ഇൻ ദി വാട്ടർ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ എടുത്ത് ചാടി നമ്മൾ പറയും എന്താ പറയാ എൻസൈമാറ്റിക് ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതിന്റെ എല്ലാ ഓപ്ഷൻസും നല്ലപോലെ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ബ്ലാഞ്ചിങ്ങിനെ പറ്റിയിട്ട്. ഇനി 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് can is used for high acid foods? Option 1 L type, option 2 MS type, option 3 MR type, ഓപ്ഷൻ 4 എന്ന് പറയുന്നത് MC ടൈപ്പ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ കാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ ആസിഡ് ഫുഡ്സിന് ഏത് ടൈപ്പ് ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ? ആർക്കെങ്കിലും അറിയോ? കറക്റ്റ് ആൻസർ ആണ്, എൽ ടൈപ്പ് ആണ് അതിന് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് എൽ ടൈപ്പ് എന്ന് പറയുന്നത്. എൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോ കാർബൺ സ്റ്റീൽ വിത്ത് സ്പെഷ്യൽ കോട്ടിംഗ്. It is specifically designed for high acid foods such as tomatoes, citrus fruits, pickles and fruit juices. നമുക്കറിയാം ഹൈ ആസിഡ് ഫുഡ്സ് എന്തൊക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൽ ടൈപ്പ് എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീൽ ആണ്. എ സ്പെഷ്യൽ ടിൻ കോട്ടിംഗ്, ഞാൻ ലാക്വറിംഗ് ഒക്കെ ചെയ്യുന്ന കാനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ സ്പെഷ്യൽ ടിൻ കോട്ടിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ കോസ്ഡ് ബൈ ദി അസിഡിക് ഫുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഒരു ടിന്നിന്റെ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറോഷനൊക്കെ റെസിസ്റ്റൻസ്. ആസിഡ് ഉള്ളത് കൊണ്ട് അവിടെ കൊറോഷനുള്ള ചാൻസ് കൂടുതലാണ്. അത് മെറ്റീരിയൽ നമ്മുടെ ആ ഒരു പാക്കേജിങ് മെറ്റീരിയൽ ക്യാനായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൊറോഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂഷ്വലി ഹാസ് എ ഹെവി ടിൻ കോട്ടിംഗ്, ഹയർ ടിൻ കണ്ടന്റ് ഓർ അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലാക്വർ ടു പ്രിവെന്റ് മെറ്റൽ റിയാക്ഷൻ വിത്ത് അസിഡിക് കണ്ടന്റ്. അതിൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് MS ടൈപ്പ്. MS ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആണ്. ഓക്കെ, സ്റ്റീൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ കാനിങ്ങിന് യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഫുഡ് പാക്കേജിംഗ് ബട്ട് നോട്ട് ഐഡിയൽ ഫോർ ഹൈലി അസിഡിക് ഓർ കൊറോസീവ് കണ്ടന്റ്. Lower corrosion resistance compared to L type. Standard tin or lacquer coating but not resistant to acid as L type. MS type cans are used when moderate protection is needed, such for some canned vegetables and soups. അതായത് എന്താ പറയാ വലിയ റിയാക്ഷൻസ് ഒന്നും നടക്കാത്ത ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് MS ടൈപ്പ് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അപ്പം L എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീൽ ആണ്, MS എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് MR ടൈപ്പ്. MR ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം റെസിഡ്യൂവൽ സ്റ്റീൽ. ഓക്കെ,
It is suitable for neutral and slightly acidic foods such as meat, fish, and dairy products. It has better strength and durability than L-type, but lower corrosion resistance. ഇപ്പൊ നമ്മൾ ആസിഡ് ആകുന്ന സമയത്ത് അവിടെ എന്തായാലും കൊറോഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ MR ടൈപ്പ് യൂസ് ചെയ്യില്ല. ഐഡിയൽ ഫോർ പ്രൊഡക്ട്സ് ദാറ്റ് നീഡ്സ് മോഡറേറ്റ് പ്രൊട്ടക്ഷൻ. ഇപ്പം MR ടൈപ്പ് ആണെങ്കിലും MS ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മോഡറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊറോഷൻസും അങ്ങനെയൊക്കെ ഉള്ള ഫുഡ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി MC ടൈപ്പ്, ദാറ്റ് മീൻസ് മീഡിയം കാർബൺ സ്റ്റീൽ. ഇറ്റ് ഈസ് generally used for low acid foods like dry goods, powdered food, and some canned meat. Okay, so MC type, which is stronger and more durable but has a lower resistance to corrosion. It requires additional coatings or lacquers for corrosion protection. ഇപ്പൊ MC ടൈപ്പ് ആണ് നമ്മുടെ കയ്യിലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് കോട്ടിംഗ് കൊടുത്തിട്ട് വേണമെങ്കിൽ ആസിഡ് ഫുഡ്സിൽ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ L ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ആസിഡ് ഫുഡ്സിനും MS-ഉം MR യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആസിഡിക് ഫുഡ്സ് അല്ലെങ്കിൽ മോഡറേറ്റ് ആക്ഷൻ ഒക്കെ നടക്കുന്നതിലാണ് MR MS യൂസ് ചെയ്യുന്നത്. MC നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ആസിഡ് ഫുഡ്സിലാണ്. ഓക്കെ ഓക്കെ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, peptic enzymes include the following groups. A എന്ന് പറയുന്നത് pectin esterase, and B എന്ന് പറയുന്നത് polygalacturonase, C എന്ന് പറയുന്നത് pectin layers, and D എന്ന് പറയുന്നത് lactase. ഇതിൽ ഏതൊക്കെ എൻസൈംസ് ആണ് pectin enzymes ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതൊക്കെയായിരിക്കാം? pectin, ഇത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഏതായിരിക്കാം? ഏത് ഓപ്ഷൻ 1 ആണോ 2 ആണോ? ഏത് ABD, അതായത് pectin esterase, polygalacturonase, lactase, അതുപോലെ തന്നെ ഓക്കെ, അതായത് ABC കറക്റ്റ് ആണ്. അതായത് pectin esterase, polygalacturonase, pectin layers, ഇതൊക്കെ എന്താണ്? പെക്റ്റിക് എൻസൈംസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. D നമുക്ക് എന്തായാലും അറിയാം, ലാക്ടേസ് എൻസൈം. എന്തിനാ ലാക്ടേസ് എൻസൈം? അതായത് ലാക്റ്റിക് ആസിഡിന് അല്ലെങ്കിൽ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാക്ടേസ് എൻസൈം. അപ്പൊ അതെല്ലാം ഉറപ്പാണ്. പിന്നെ പെക്റ്റിൻ എസ്റ്ററേസ് ഉണ്ട്, പോളിഗാലക്ടുറനേസ് അത് ഉണ്ടോ ഇല്ലയെന്ന് മേ ബി, ബാക്കി രണ്ടിലും പെക്റ്റിൻ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഗസ് ചെയ്യാം. പക്ഷെ പോളിഗാലക്ടുറനേസ് ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് വരും. പക്ഷെ നമ്മളത്തെ ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് എന്താ പറയാ, പെക്റ്റിൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് എൻസൈം ആയിരുന്നു? ഓർമ്മയുണ്ടോ? നോക്കട്ടെ. പെക്റ്റിൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതായിരുന്നു? പെക്റ്റിൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം പ്രോട്ടോപെക്റ്റിനേസ് ആണ്. കറക്റ്റ് ആണ്, പ്രോട്ടോപെക്റ്റിനേസ് എൻസൈം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പെക്റ്റിൻ മീഥൈൽ എസ്റ്ററേസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ഏത് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, ഇനിയിപ്പോ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടായിരിക്കാം, അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് പറയാം. ഇതില് പെക്റ്റിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, അല്ലെങ്കിൽ പെക്റ്റിൻ മീഥൈൽ എസ്റ്ററേസ് എന്നുള്ള എൻസൈം, അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ വേണ്ടിയിട്ടാണ്? മീഥൈൽ ഗ്രൂപ്പ്സ്, പെക്റ്റിനിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെക്റ്റിൻ എസ്റ്ററേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പെക്റ്റിനെ പെക്റ്റിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പെക്റ്റിൻ എസ്റ്ററേസ് ഹെൽപ്പ് ചെയ്യുന്നത്. It helps in fruit ripening and increases the efficiency of juice extraction. Any polygalacturonase enzyme, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹൈഡ്രോലൈസ് alpha-1,4 glycosidic bonds in pectin. അതിൽ നമ്മൾ എന്താ പെക്റ്റിനെ പെക്റ്റിനിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോളിഗാലക്ടുറനേസ് എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. It softens fruit tissues, commonly used in fruit juice clarification. And pectin layers, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ പെക്റ്റിൻ വിത്തൗട്ട് ഹൈഡ്രോലൈസ് ബൈ ക്ലീവിംഗ് ബോൺസ് ത്രൂ ബീറ്റ എലിമിനേഷൻ. ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഹെൽപ്സ് ഇൻ പ്ലാന്റ് സെൽ വോൾ ഡിഗ്രഡേഷൻ, എൻഹാൻസ് ജ്യൂസ് എക്സ്ട്രാക്ഷൻ ആൻഡ് ടെക്സ്ചർ സോഫ്റ്റനിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇനി നമ്മൾ പറഞ്ഞ എൻസൈംസിന്റെ കേസിലോട്ട് വരാം. അതായത് പ്രോട്ടോപെക്റ്റിനേസ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടോപെക്റ്റിനെ പെക്റ്റിൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പെക്റ്റിൻ മീഥൈൽ എസ്റ്ററേസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ പറയാ പെക്റ്റിനിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പോളിഗാലക്ടറൈനേസ് ഹെൽപ്പ് ചെയ്യുന്നത് പെക്റ്റിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട്. പോളിഗാലക്ടറൈനേസ് പെക്റ്റിനിക് ആസിഡിനെ പെക്റ്റിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട്. സോറി, സെയിം ആണ്, ഇതാക്കിയപ്പോ മാറിയതാണ്. അപ്പൊ ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. അപ്പൊ ഓരോ എൻസൈംസും നമ്മൾ പെക്റ്റിൻ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊലോങ്ഡ് ബോയിലിംഗ് ഈസ് often a cause of jelly failure. ജാം ജെല്ലി മാർബിളയുടെ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊലോങ്ഡ് ബോയിലിംഗ് ഈസ് ഓഫൻ എ കോസ് ഓഫ് ജെല്ലി ഫെയിലിയർ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ബോയിലിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലേവർ ലോസ്, കളർ ലോസ് ആൻഡ് പെക്റ്റിൻ ഹൈഡ്രോലൈസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അതായത് കുറെ ടൈം നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജെല്ലിയുടെ ഒരു ടെക്സ്ചർ ഫെയിൽ ആകോ ഇല്ലയോ? ഫെയിൽ ആകോ? സിമ്പിളാണ്. യെസ്, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, അതായത് നമ്മൾ കുറെ ടൈം ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഫ്ലേവർ ലോസ്, കളർ ലോസ്, അതുപോലെ തന്നെ പെക്റ്റിൻ ഹൈഡ്രോലൈസ് അത് സംഭവിക്കോ? സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ? അതൊരു കൺഫ്യൂഷൻ വന്നോ? ഓക്കെ, അതായത് പ്രൊലോങ്ഡ് ബോയിലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ പെക്റ്റിൻ ഹൈഡ്രോലൈസ് ആകും, അതുപോലെ തന്നെ ഫ്ലേവർ ലോസും അതുപോലെ തന്നെ കളർ ലോസും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, prolonged boiling is indeed a cause of jelly failure due to several reasons. Pectin hydrolysis. Pectin is essential for jelly formation. Excessive heat over time breaks down pectin, reducing its ability to form gel, leading to runny or weak jelly. And flavor loss. Prolonged boiling, it leads to evaporation of volatile compounds, diminishing the fresh fruit flavor in the jelly. Color loss. High and prolonged heat exposure can lead to browning reactions, making the jelly darker and less appealing. Okay. ഇനി വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്വെൽ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഫൗണ്ട് ഇൻ canned food caused by the action of food with iron of the can. And statement 2 എന്ന് പറയുന്നത് it is mostly seen in foods with pH ranging between 5.3 and 4.5. സ്റ്റേറ്റ്മെന്റ് 1 ഹൈഡ്രജൻ സ്വെല്ല് എന്തായിരുന്നു? ഓർമ്മയുണ്ടാവും? കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? ഹൈഡ്രജൻ സ്വെല്ല് നമ്മൾ പറഞ്ഞതായിരുന്നു. കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1 hydrogen swell is a type of spoilage found in canned foods caused by the action of food with the iron of the can. Correct ആണോ? കറക്റ്റ് ആണ്. പറഞ്ഞു കറക്റ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് it is mostly seen in foods with pH ranging between 5.3 and 4.5. pH റേഞ്ച്, ഈ ഒരു pH റേഞ്ചിലാണോ ഈ ഹൈഡ്രജൻ സ്വെല്ല് ഒക്യൂർ ചെയ്യാം? കറക്റ്റ് ആണോ? ജസ്റ്റ് ഈ ഒന്ന് കറക്റ്റ് ആണോ അല്ലേ? കൺഫ്യൂഷൻ ആയിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിയല്ലേ. അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നിങ്ങൾ ഗസ് ചെയ്തോ, തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ സ്വെൽ എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് കണ്ടീഷനിലാണ് ഇത് നടക്കാന്ന് പറഞ്ഞു. അപ്പൊ നല്ല pH നോക്കി നോക്കിയ ഒരു 5.3 to 4.5 ആണ്. അപ്പൊ അത് അത്ര അസിഡിക് ആയിട്ടുള്ള ഒരു pH അല്ല. നമ്മൾ അസിഡിറ്റി 4.3 ബിലോ ആണ് നമ്മൾ ആസിഡിക് ഫുഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോ അതായത് ഈ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. കാരണം ആ pH റേഞ്ച് പറയുന്നത് 4.3 ബിലോ ആകുമ്പോഴാണ് അത് ആസിഡ് ഫുഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക.
ആസിഡ് ഫുഡ്സിലാണ് എന്ത് നടക്കുന്നത്, ഹൈഡ്രജൻ സ്വെല്ല് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ആൻസർ വരുന്നത് 3 ആണ്. Hydrogen swell is more common in highly acidic foods, typically those with a pH below 4. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ആസിഡ് ഫുഡ്സ്, അതുപോലെ തന്നെ ലോ ആസിഡ് ഫുഡ്സ്, അങ്ങനെ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ബിലോ 4 വരുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ഈ ഹൈഡ്രജൻ സ്വെല്ല് നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ല, അതായത് അസേഷൻ, റീസണിങ്, മാസിവ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെയും അതുപോലെ തന്നെ അസേഷൻ അല്ലെങ്കിൽ റീസൺ ടൈപ്പിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് നമ്മൾ തന്നെ ഒന്ന് ഒരു ട്രിക്കി ആയിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിലെന്താ ഭയങ്കര അവര് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നല്ലപോലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് pectin is an oligosaccharide present in middle lamella of plant cells. Statement 2 എന്ന് പറയുന്നത് the softening of fruit tissues on maturity is caused by the conversion of protopectin to pectin. Okay, statement 1 എന്ന് പറയുന്നത് pectin is an oligosaccharide present in middle lamella of plant cells. Is it correct ആണോ? അത് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? Pectin is a oligosaccharide and present in middle lamella of plant cells. കറക്റ്റ് ആണ്. ക്ലാസ് കേട്ട് അതിന് ഗുണമുണ്ട്. ഓക്കെ, അപ്പൊ അതായത് പെക്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്, പോളിസാക്രൈഡ് ആണ്. കൃഷി പറഞ്ഞത് കറക്റ്റ് ആണ്. പെക്റ്റിൻ എന്ന് പറയുന്നത് പോളിസാക്രൈഡ്സ് ആണ്. അതായത് അരാബിനോസ്, ഗാലക്ട്രോണിക് ആസിഡ്, അങ്ങനെയുള്ള കുറച്ചധികം ആസിഡ്സ് കൂടിയിട്ടുള്ളതാണ് പെക്റ്റിൻ. അപ്പൊ അതൊരു പോളിസാക്രൈഡ് ആണ്. ആൻഡ് അത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി. പക്ഷെ അതിൽ പെക്റ്റിൻ എവിടെയാണ് പ്രസന്റ്, മിഡിൽ ലാമൽ ഓഫ് പ്ലാന്റ്സ്. അത് കറക്റ്റ് ആണ്. പക്ഷെ അതൊരിക്കലും ഒലിഗോസാക്രൈഡ് അല്ല, പോളിസാക്രൈഡ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നു. The softening of fruit tissues on maturity, it is caused by conversion of protopectin to pectin. അത് കറക്റ്റ് ആണോ? സോഫ്റ്റനിങ് എപ്പോഴാണ് നടക്കുക? പ്രോട്ടോപെക്റ്റിൻ എവിടെയാ കാണുക? ഏത് ടൈപ്പ് ഫ്രൂട്ടിലാ കാണുക? സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ? അൺറൈപ്പ് കറക്റ്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതായത് പ്രോട്ടോപെക്റ്റിൻ എന്ന് പറയുന്നത് എന്താ പറയാ, അൺറൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടിലാണ് കാണുന്നത്. അൺറൈപ്പ് ആയിട്ടുള്ള ആ ഫ്രൂട്ടിലെ ആ പ്രോട്ടോപെക്റ്റിന് എന്തായിട്ട് മാറുന്നുണ്ട്, റൈപ്പൻ ആകുന്ന സമയത്ത് പെക്റ്റിൻ ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതായത് 4 ആണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണ്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ഡ്രൈയിങ് ദി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. എന്ന് പറയുന്നത് Q that's equal to ASH theta H minus theta S, and option B എന്ന് പറയുന്നത് Q is equal to HSA theta A minus theta 3, and option C Q is equal to HSA theta I minus theta F, and option D Q is equal to ASH theta I minus theta S. ഇത് നമ്മൾ എന്താ പറയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഇക്വേഷൻ. അതായത് ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചേക്കുന്നത്. Q ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഗസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഗസ് ചെയ്യുന്നുണ്ടോ ആൻസർ? ആ ഒരു തീറ്റ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തീറ്റ H മൈനസ് തീറ്റ S, തീറ്റ I മൈനസ് തീറ്റ T,
തീറ്റ ഐ മൈനസ് തീറ്റ എഫ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിൽ ഏതെങ്കിലും ഗസ് ചെയ്യാൻ. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് പറയാം, in drying operations, heat transfer is typically governed by convective heat transfer principles. The general formula for heat transfer is due to convection is Q is equal to HSA theta initial minus theta final. Okay. അപ്പൊ അതിൽ Q എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. HS എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്. A എന്ന് പറയുന്നത് ഏരിയ. തീറ്റ ഐ മൈനസ് തീറ്റ എഫ്. തീറ്റ എന്ന് ഉദ്ദേശിച്ചത് ടെമ്പറേച്ചറിനെയാണ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ. Q ഈസ് ഈക്വൽ ടു T ഡെൽറ്റ ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇക്വേഷൻ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസ് ക്രാക്സ് are seen in foods that are frozen employing which of the following freezing technique? ഫ്രീസ് ക്രാക്ക് ആണ് ചോദിച്ചേക്കുന്നത്. എയർ ഫ്രീസിങ്, കോണ്ടാക്ട് ഫ്രീസിങ്, ഇമോഷൻ ഫ്രീസിങ് ആൻഡ് ക്രയോജനിക് ഫ്രീസിങ്. നമുക്കറിയാം ഫ്രീസ് ക്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീസിംഗിൽ കാണുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഫ്രീസിങ് ടെക്നിക്കിലായിരിക്കാം ഫ്രീസ് ക്രാക്ക് വരാനുള്ള ചാൻസ്? ആലോചിച്ച് നോക്കി. കോണ്ടാക്ട് ഫ്രീസിങ് എന്താണെന്ന് അറിയാം. ഓക്കെ, ഇമോഷൻ ഫ്രീസിങ് എന്താണെന്ന് അറിയാം, ക്രയോജനിക് ഫ്രീസിങ് എന്താണെന്ന് അറിയാം, ആൻഡ് എയർ ഫ്രീസിങ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, എയർ യൂസ്, കോൾഡ് എയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പ്ലേറ്റ് ഫ്രീസിങ്ങിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻഡയറക്ട് കോണ്ടാക്ട് വിത്ത് റെഫ്രിജറന്റ്, ഡയറക്ട് കോണ്ടാക്ട് വിത്ത് റെഫ്രിജറന്റ് എക്സാമ്പിൾ ആണ് ഇമോഷൻ ഫ്രീസിങ്, ക്രയോജനിക്. ഫ്രീസ് ക്രാക്ക് ഏതിലായിരിക്കാം കാണാൻ ചാൻസ്? ജസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ജസ്റ്റ് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീസ് ക്രാക്ക്, ഫ്രീസ് ബേണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? ഒന്ന് ഗസ് ചെയ്തേ. ഇതിൽ റെസ്പോണ്ട് ചെയ്യാത്ത കുറെ പേരുണ്ട് കേട്ടോ. അൻസിലി, അജ്മൽ, ഹരിപ്രിയ, കുറച്ച് പേരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അറിയില്ല, ഐഷു പറഞ്ഞപ്പോ അറിയില്ല. അത് എന്താ പറയാ, നമുക്കിപ്പോ മേ ബി ചിലപ്പോ അറിയാതെ പോകാം, അത് കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ക്രാക്ക്. ക്രാക്ക് എന്ന് പറയുമ്പോൾ എന്താ അവിടെ വരുന്നത്? അതായത് ഇങ്ങനെ ക്രാക്കേഴ്സ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് എയർ ഫ്രീസിങ്, ഓക്കെ, എയർ ഫ്രീസിങ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റിലോട്ട് എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കാം? എയർ പോകുന്ന സമയത്ത് അതിന്റെ സർഫസില് എന്താ പറയാ, മോയ്സ്ചർ ഇവാബറേറ്റ് ചെയ്തിട്ട് അവിടെ എയർ ഫ്രീസിങ്ങിൽ എപ്പോഴും എന്താണ് അവിടെ ഇങ്ങനെ മോയ്സ്ചർ പോയിട്ട് അവിടെ ഒരു പാച്ച് പോലെ, ഇതൊരു വൈറ്റ് പാച്ച് ഒക്കെ വരികയാണ് വെച്ചാൽ അവിടെ ഫ്രീസർ ബേൺ ആണ് മെയിൻ ആയിട്ട് എയർ ഫ്രീസിംഗിൽ വരിക. ഇനി കോണ്ടാക്ട് ഫ്രീസിങ്. കോണ്ടാക്ട് ഫ്രീസിംഗ് എന്ന് പറയുന്ന സമയത്ത് റെഫ്രിജറന്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇമോഷൻ ഫ്രീസിലാണെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ലിക്വിഡിലോട്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയാ, കോൾഡ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനോ അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷനോ അല്ലെങ്കിൽ ഗ്ലിസറോളോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് എന്താണ് ഇമേഴ്സ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ ക്രാക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ ക്രയോജനിക് ഫ്രീസിംഗില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ്, ലിക്വിഡ് അമോണിയ, അതുപോലെ തന്നെ ഫ്രീയോൺ. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നൈട്രജൻ ആണ്. അപ്പൊ അവിടെ എന്താണ് ഫ്രീസ് ക്രാക്ക്, അതായത് നമ്മുടെ സർഫസിൽ എന്ത് വരാനുള്ള, അതായത് അത്രയും ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ എന്താണ് നമ്മൾ ഫേസ് ട്രാൻസിഷൻ നടക്കണു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലിക്വിഡ് ആയ നൈട്രജൻ എന്തായിട്ട് മാറുന്നു? വേപ്പർ ആയിട്ട് മാറുന്നു എന്നൊക്കെയാണ് ക്രയോജനിക് ഫ്രീസിംഗിൽ പറഞ്ഞത്. അപ്പൊ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഫ്രീസ് ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് കേട്ടോ.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അതിന്റെ ഫ്രീസർ ബേണും ഫ്രീസ് ക്രാക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫ്രീസർ ബേൺ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ ലോസ് ആണ്. ഫ്രീസ് ക്രാക്ക് എപ്പോഴാണ് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഫ്രീസിങ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ക്രയോജനിക് ഫ്രീസിംഗ് ആണ് എത്രയും, അതായത് റാപ്പിഡ് ആയിട്ട് ഫ്രീസിംഗ് നടക്കുന്ന ഒരു മെത്തേഡ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ക്രയോജനിക് ഫ്രീസിംഗിലാണ്. അപ്പൊ അവിടെ റാപ്പിഡ് ആയിട്ട് നടക്കുന്ന കാരണം അതിന്റെ ഉള്ളില് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ ഇന്റേണൽ സ്ട്രെസ് ഫോം ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇന്റേണൽ സ്ട്രെസ് വഴി നമ്മുടെ പ്രൊഡക്ട്സിൽ എന്താണ് ക്രാക്കേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഫ്രീസർ ബേണിന്റെ അപ്പിയറൻസ് വൈറ്റ് ഓർ ഗ്രേയിഷ് ഡ്രൈ പാച്ചസ് ആണ്. ഇവിടെ വിസിബിൾ ക്രാക്ക് നമുക്ക് കാണാം. ടെക്സ്ചർ എഫക്ട് പറയുന്നത് മേക്സ് ഫുഡ് ഡ്രൈ ടഫ് ആൻഡ് ലെതറി. ഫ്രീസ് ക്രാക്ക് വരുമ്പോൾ കോസ് സ്ട്രക്ചറൽ ബ്രേക്കേജ് മേക്കിംഗ് ഫുഡ് ഫ്രജൈൽ ആൻഡ് അൺഇവൻ. അപ്പൊ ജസ്റ്റ് ഇതിൽ ഓർക്കേണ്ട കാര്യം ഫ്രീസർ ബേൺ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ പോയിട്ടാണ് അവിടെ പാച്ച് വർക്ക് ആണ്. അത് എയർ ഫ്രീസിംഗിലാണ്, എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിലാണ് വരിക. ആൻഡ് ഫ്രീസ് ക്രാക്ക് വരുന്നത് ക്രയോജനിക് ഫ്രീസിംഗിലാണ്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദി പ്രോസസിംഗ് സ്റ്റെപ്സ് ഓഫ് കാൻഡി. നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ കാൻഡി. മേക്കിംഗ് ഇൻ കറക്റ്റ് സീക്വൻസ്. ഓക്കെ, അപ്പൊ അതില് ഓപ്ഷൻ എ കുക്കിംഗ്, പാക്കേജിംഗ്, മിക്സിംഗ്, മോൾഡിംഗ്, കട്ടിംഗ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരിക്കാം? കാൻഡി. കാൻഡി 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 നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ? എന്തായിരുന്നു കാൻഡി? നമ്മള് ഫ്രൂട്ട്സ് എടുക്കും. ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യും. പ്രിസർവ് പറഞ്ഞു, കാൻഡീസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ സിറപ്പിലെ 3 ടൈപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്വം, സ്ലോ, റാപ്പിഡ് പ്രോസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രിസർവ്സും കാൻഡിയും തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TSSലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സിറപ്പ് സൊല്യൂഷൻസ് നമ്മൾ എന്താ പറയാ റിമൂവ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ ഏതായിരിക്കാം കറക്റ്റ്? ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്? അതായത് കാൻഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? മിക്സി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഇതിലിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രൂട്ട്സിനെ ബ്ലാൻഡ് ചെയ്യും. ബ്ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ചെറിയ ഐഡിയ കിട്ടേണ്ടതാണ്. ബ്ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പില് അതും നമ്മുടെ ഫ്രൂട്ടും ഷുഗർ സിറപ്പും തമ്മിൽ മിക്സ് ചെയ്യും. അതിനുശേഷം അതിനെ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിനു ശേഷം മോൾഡ് ചെയ്യുന്നു. മോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് വരുന്നത് അതിന്റെ ആൻസർ കേട്ടോ. കാൻഡി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. Ingredients such as glucose, flavors, and colors are combined. The mixture is heated with a certain temperature, and cooked candy is shaped into desired forms. എന്നിട്ട് അതിനെ കട്ട് ചെയ്യുന്നു ആൻഡ് പാക്ക് ചെയ്യും. ഓക്കെ, വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. സ്പ്രേ ഡ്രൈയിങ് ഉണ്ട്, ഫ്രീസ് ഡ്രൈയിങ് ഉണ്ട്, വാക്വം ഡ്രൈയിങ് ഉണ്ട്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് ഉണ്ട്. അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഹൈ ക്വാളിറ്റി ഓഫ് സോളിഡ് ഫുഡ്സ്, ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ്സ്, സ്മോൾ സൈസിൽ സോളിഡ് ഫുഡ്സ്, ആൻഡ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ലിക്വിഡ്സ് ലോ വിസ്കോസിറ്റി പ്യൂരിസ്. അപ്പോ ഇതേ ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്പ്രേ ഡ്രൈയിങ് എടുക്കാണ്. സ്പ്രേ ഡ്രൈയിങ് നമുക്കറിയാം എന്താണ് സ്പ്രേ ഡ്രൈയർ. അതായത് ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് പൗഡർ ആക്കണം. അപ്പോ ഏത് ഫുഡ് ടൈപ്പിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? അപ്പൊ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഇതിലായിരിക്കാം ഏത് ലിസ്റ്റ് ടൂൾസ് ഏതിലായിരിക്കാം അപ്ലിക്കേഷൻസ് വരുന്നത്? സ്പ്രേ ഡ്രൈയിങ്. ലിക്വിഡ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആണ്. അറിയില്ല, ദൃശ്യം ഐഫോൺ ആരോ. ഓക്കെ, അപ്പൊ അതിലെ സ്പ്രേ ഡ്രൈയിങ്ങില് നമ്മൾ വരുന്നത് 4 ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ 4 വരുന്നത് 1 ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? 4 ഉണ്ട്. ഓക്കെ, ഇനി ബി ഫ്രീസ് ഡ്രൈ. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ്. ഡി ഒന്ന് ആലോചിക്കുക. അപ്പൊ ഇപ്പൊ നമ്മള് 1-ലാണെങ്കിലും 4-ലാണെങ്കിലും A4 ആണ്, D 2-നും 3 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അത് ഒന്ന് ചെയ്യാൻ പറ്റും.
ഇനി നമുക്കുള്ളത് ഫ്രീസ് ഡ്രൈയിങ് ഉണ്ട്, അതുപോലെ തന്നെ വാക്വം ഡ്രൈയിങ് ഉണ്ട്. അപ്പൊ ഫ്രീസ് ഡ്രൈയിങ് ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ്സിലായിരിക്കോ, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സോളിഡ് ഫുഡ്സിലായിരിക്കോ യൂസ് ചെയ്യുക. ഫ്രീസ് ഡ്രൈ ആലോചിച്ച് നോക്കേ. ഓക്കെ, ഹീറ്റ് കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. അതായത് ഫ്രീസ് ഡ്രൈയിങ്, അതായത് B2 ഫ്രീസ് ഡ്രൈയിങ്. വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സോളിഡ് ഫുഡ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏത് ഫുഡ് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയുള്ള ടൈപ്പ് ഫുഡ്സിലൊക്കെയാണ്. അങ്ങനെയാണ് മെയിൻ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പ്രോസസ് എന്നതിലുപരി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ടേക്സ് less energy to cool a food to just above its freezing point than to freeze it. Statement 2, refrigerated products have to be thawed before use, a process that may take as long as 48 hours in case of large frozen foods. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു. സ്റ്റേറ്റ്മെന്റ് 1, refrigeration takes less energy to cool a food to just above its freezing point than to freeze it. Okay, ഇത് കറക്റ്റ് ആണോ അല്ലേ? കറക്റ്റ് ആണോ? നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1, refrigeration takes less energy to cool to just above its freezing point than to freeze it. ഓക്കെ, മേ ബി ഒരു കൺഫ്യൂഷൻ വരാം. അതായത് നമുക്കറിയാം റെഫ്രിജറേഷൻ ടേക്സ് ലെസ് എനർജി. നമ്മൾ ഫ്രീസിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് റെഫ്രിജറേഷനിൽ എന്താണ് ലെസ് എനർജി മതി. പിന്നെയുള്ള ഒരു വേർഡ് ആണ് എല്ലാവർക്കും മേ ബി കൺഫ്യൂഷൻ വരാൻ ചാൻസ്. cool a food to just above its freezing point then to freeze it. ഓക്കെ, നമുക്കറിയാം ഫ്രീസിങ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ബിലോ ഫ്രീസിങ് പോയിന്റ് ആണ്. ഇപ്പൊ റെഫ്രിജറേഷന്റെ കേസിൽ എബോവ് ഫ്രീസിങ് പോയിന്റ് ആണ് വേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേഷൻ ടേക്സ് ലെസ് എനർജി, അത് കറക്റ്റ് ആണ്. ആൻഡ് കൺഫ്യൂഷൻ വരുന്നത് ജസ്റ്റ് അബോവ് ഫ്രീസിങ് പോയിന്റ് ആണോ ജസ്റ്റ് ബിലോ ദി ഫ്രീസിങ് പോയിന്റ് ആണോ നമുക്കൊരു ഡൗട്ട് വരും. റെഫ്രിജറേഷന്റെ കേസിൽ അബോവ് ദി ഫ്രീസിങ് പോയിന്റ് ആണ്, പക്ഷെ ഫ്രീസിങ്ങിന്റെ കേസിൽ അത് ബിലോ ആണ്. അപ്പൊ നമുക്കിവിടെ റെഫ്രിജറേഷൻ ആയതുകൊണ്ട് ആ കൺഫ്യൂഷൻ വേണ്ട. സ്റ്റേറ്റ്മെന്റ് 2 കടക്കുന്ന സമയത്ത് refrigerated products have to be thawed before using. thawing എന്താണെന്ന് അറിയാം. റെഫ്രിജറേറ്റഡ് പ്രൊഡക്ട്സ് നമുക്ക് thawing ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? ഉണ്ടോ റെഫ്രിജറേറ്റഡ് ഫുഡ്സ്? നോ. അപ്പോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റും ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് given below two statements. Statement 1 എന്ന് പറയുന്നത് the amount of invert sugar in a finished good quality jam should be 30 to 50%. നമ്മൾ ഇത് ഇന്നലെ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. If invert sugar is greater than 50% in finished jam, sugar will be crystallized. Okay, statement 1 കറക്റ്റ് ആണോ? amount of invert sugar 30. ഓക്കെ, ദൃശ്യമാണ്. കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻവേർട്ട് ഷുഗർ 30 to 50. നെക്സ്റ്റ് പറയുന്നത് above 50% ഇൻവേർട്ട് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷുഗർ വിൽ ബി ക്രിസ്റ്റലൈസ്. കറക്റ്റ് ആണോ? ഷുഗർ ക്രിസ്റ്റലൈസ് ഇല്ല. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
അല്ല ശരിയാണ്. അതായത് ബിലോ 30 വരുമ്പോഴാണ് അവിടെ ഷുഗർ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. ആൻഡ് അബോവ് 50% വരുന്ന സമയത്ത് ഇൻവേർട്ട് ഷുഗറിന്റെ കേസാണ് കേട്ടോ ഇത് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ സൂക്രോസ് അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള ഷുഗർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്റ്റലൈസേഷൻ നടക്കും അബോവ് 50% ആണെങ്കിൽ. അപ്പൊ അത് ഓർക്കണം. ഇൻവേർട്ട് ഷുഗർ ആണോ നോർമലി ഉള്ള ഷുഗർ ആണോ എന്ന് ആലോചിക്കണം. ഇൻവേർട്ട് ഷുഗർ ആണെങ്കിൽ അബോവ് 50% വരുന്ന സമയത്ത് അവിടെ ഷുഗർ ക്രിസ്റ്റലൈസേഷൻ അല്ല നടക്കുന്നത്, അവിടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുക, അങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നത്. പക്ഷെ ഷുഗർ ആണ് അല്ലെങ്കിൽ സൂക്രോസ് ആണ് ഇത്രയും ഹൈ എന്താ പറയാ എമൗണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ക്രിസ്റ്റലൈസേഷൻ നടക്കും. അപ്പൊ ഇൻവേർട്ട് ഷുഗറും നോർമലി ഉള്ള ഷുഗറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ദി സ്റ്റെപ്സ് ഓഫ് canning of foods in appropriate sequence. Option A, processing and cooling. Option B, selection of raw materials and grading. C എന്ന് പറയുന്നത് washing and peeling. D, blanching and filling. E എന്ന് പറയുന്നത് exhausting and capping. ഏതായിരിക്കാം? അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും അതിൽ കറക്റ്റ്? സിമ്പിൾ ആണ് പറഞ്ഞത്. സി സി എന്ന് പറയുന്നത് ഏതാണ്? സെലക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ, ആൻഡ് സി വാഷിംഗ് ആൻഡ് പീലിംഗ്, ബ്ലാൻഡിങ് ആൻഡ് ഫില്ലിങ്. ഇ എന്ന് പറയുന്നത് എക്സ്പോസ്റ്റിംഗ് ആൻഡ് ക്യാപ്പിംഗ്, ആൻഡ് എ പ്രോസസിംഗ് ആൻഡ് കൂളിംഗ്. ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്ലാൻഡിങ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പോസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വാക്വം പമ്പ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹോട്ട് വാട്ടറിലൂടെ പാസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഹോട്ട് ഫില്ലിങ് ചെയ്യുന്നത് വഴിയൊക്കെ. പിന്നെ പ്രോസസ്സിംഗ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, റിച്ചോട്ടിംഗ് ആണ് നടക്കുന്നത്, ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് കാനിങ്ങിന്റെ. ഇനി നെക്സ്റ്റ് പറയുന്നത് assertion and reason ആണ്. assertion എന്ന് പറയുന്നത് quick freezing is carried out at temperature minus 17.8 degrees Celsius to minus 46.6 degrees Celsius for 30 minutes. It does not damage the food texture. Quick freezing ആണ് പറയുന്നത്. Quick freezing results in the formation of small ice crystals which will not break down the cell wall. ഇത് എന്തായിരിക്കാം? assertion correct ആണോ? Quick freezing is carried out at temperature minus 17.8 degrees Celsius to minus 46.6 degrees Celsius for 30 minutes. Correct ആണോ? അത് മേ ബി കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പൊ ഞാൻ പറയാം, assertion correct ആണ്. അതായത് ക്വിക്ക് ഫ്രീസിങ്ങിന്റെ സമയത്ത് നമുക്ക് അറിയാം ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായാലും -18 അടുത്ത് വരണം. അപ്പൊ ക്വിക്ക് ഫ്രീസിങ് ആവുന്ന സമയത്ത് അവിടെ എന്താണ് ടൈം കുറവ് മതി. അപ്പൊ 30 മിനിറ്റ്സ് അത് ഓക്കെയാണ്. ഇനി റീസൺ നോക്കി. ക്വിക്ക് ഫ്രീസിങ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് വിച്ച് വിൽ നോട്ട് ബ്രേക്ക് ഡൗൺ ദി സെൽ വോൾ. ക്വിക്ക് ഫ്രീസിംഗിൽ സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് ആണോ ലാർജ് ഐസ് ക്രിസ്റ്റൽസ് ആണോ ഫോം ചെയ്യുന്നത്? ഐഷ, ഓക്കെ. സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ അവിടെ ഡാമേജ് മീൻസ് എന്താ പറയുക, നമ്മുടെ ഫുഡിന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതായത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി പ്രൈം അപ്ലിക്കേഷൻ ഓഫ് കൺവെയർ ബെൽറ്റ്. ഓക്കെ, അതായത് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇത്. ഫ്ലാഷ് ഡ്രൈയിങ്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ്, ഫ്രീസ് ഡ്രൈ, ഓപ്ഷൻ സി ഫോമാറ്റ് ഡ്രൈയിങ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്രീസ് ഡ്രൈ. ഏതായിരിക്കാം? കൺവെയർ ബെൽറ്റ്, ഫ്ലാഷ് ഡ്രൈയിങ്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ്, ഫോമാറ്റ് ഡ്രൈയിങ്, ഫ്രീസ് ഡ്രൈയിങ്. ഇതിൽ ഏതായിരിക്കാം? അയ്യോ, അല്ല,
ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് അല്ല. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എന്താ പറയാ, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈവിൽ നമ്മൾ ഒരിക്കലും അവിടെ എന്താ പറയാ ഒരു ബെൽറ്റ് പോലെ അല്ലല്ലോ, നമ്മള് അവിടെ ആ ഒരു ഫ്ലൂയിഡൈസേഷൻ എഫക്ട് വഴി അങ്ങനെ അത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഫോമാറ്റ് ഡ്രൈയിങ് ആണ്. ഫോമാറ്റ് ഡ്രൈയിങ് എന്താണെന്ന് പറയാം. കൺവേ Conveyor dryers are commonly used in continuous drying of materials spread in thin layers such as format drying. Format drying involves whipping food into a foam and then drying it in thin layers to create lightweight, porous dried products. Flash drying is typically done using spray dryers or pneumatic dryers. Okay. Fluidized bed drying, it involves suspending particles in an upward airstream. Freeze drying which uses sublimation under vacuum, which is not applicable to conveyor dryers. ഇനി 2022 questions ആണ്. Okay. Next question എന്ന് പറയുന്നത് chilling temperature ranges from option 1 0 to 15 degrees Celsius. Option 2 എന്ന് പറയുന്നത് -5 to -1 degree Celsius. 3 എന്ന് പറയുന്നത് -10 to -5. And 4 എന്ന് പറയുന്നത് -20 to -15. ചില്ലിംഗ് ടെമ്പറേച്ചർ ആണ്. സിമ്പിൾ ആണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ചില്ലിംഗ് ടെമ്പറേച്ചർ ഏതായിരിക്കും ആൻസർ? എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ. ഐഷ. ഓക്കെ, കറക്റ്റ് ആണ്. 1 ആണ് ആൻസർ. ബാക്കിയിലൊക്കെ നമുക്ക് അറിയാം, നമുക്ക് ഫ്രീസിങ് ടെമ്പറേച്ചർ വരുമ്പോഴാണ് മൈനസിലോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 to 15 degree Celsius ആണ് ചില്ലിംഗ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, 0 to 8 degree Celsius ആണ് നമ്മുടെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ 0 to 15 ആയിട്ട്. നോർമലി ഉള്ള 15 degree Celsius എന്ന് പറയുമ്പോൾ അത്ര എന്താ പറയാ ആംബിയന്റ് ടെമ്പറേച്ചർ അല്ലല്ലോ, ലോ ടെമ്പറേച്ചർ അല്ല. ഈ നെക്സ്റ്റ് പറയുന്നത് which of the following is popularly known as tin free steel in food canning? Option 1 steel base coated with chromium. Option 2 steel base coated with aluminum. Option 3 steel base coated with zinc. And option 4 high carbon steel. ഇതിൽ ഏതായിരിക്കാം tin free steel? കാനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കുറെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ. കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഹൈ അസിഡ്സ് ഒക്കെ വരുന്നതാണ്. തിൻ ഫ്രീ സ്റ്റീൽ എന്തെങ്കിലും ഐഡിയ പറയാം? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റീൽ ബേസ് കോട്ടഡ് വിത്ത് ക്രോമയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, tin free steel is a type of steel used in food canning as an alternative to tin plate instead of tin coating. അതായത് tin free steel has a chromium and chromium oxide coating which provides corrosion resistance and enhanced paint adhesion. TFS is commonly used for food cans, bottle caps and crown caps. Steel coated with aluminum. It is used for some packaging but not typically used for canning. അതാ പറഞ്ഞത്, അലുമിനിയം ഒന്നും നമ്മൾ കാനിങ്ങിന് വേണ്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതായത് കോട്ടിങ് യൂസ് ചെയ്തിട്ട് സ്റ്റീലില് നമ്മൾ അലുമിനിയം കോട്ട് ചെയ്യില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റീൽ കോട്ടഡ് വിത്ത് സിങ്ക്. സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഗാലവനൈസ്ഡ് സ്റ്റീൽ ആണ്. ഇറ്റ് നോട്ട് യൂസ് ഇൻ ഫുഡ് പാക്കേജിംഗ് ഡ്യൂ ടു സിങ്ക് ടോക്സിസിറ്റി. നമുക്ക് സിങ്ക് നമ്മുടെ ഫുഡിൽ വന്നു കഴിഞ്ഞുള്ള ഇഷ്യൂസ് നമുക്കറിയാം. ഹൈ കാർബൺ സ്റ്റീൽ ടു ബ്രിട്ടിൽ ആൻഡ് നോട്ട് യൂസ്ഡ് ഫോർ കാനിങ്. അപ്പൊ ആൻസർ വരുന്നത് ക്രോമിയാണ് കോട്ടിങ് വരുന്നത്. Next question. Flax or spoilage in heated canned food is due to option A Bacillus coagulans, option B Clostridium thermosaccharolyticum, and option C Clostridium sporogenes, and option D Clostridium botulinum. Simple ആണ്, നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. Flax or spoilage, TA spoilage and sulfur stinker spoilage പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ ഏതാ വരിക? ആൻസർ ഏതാണ്? Flax or spoilage. ഇത് അറിയേണ്ടതാണല്ലോ, പറഞ്ഞതല്ലേ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഫ്ലാക്സ് സ്പെയറും നമ്മുടെ ക്യാന് ഫ്ലാറ്റ്സ് ആയിരിക്കും, ആസിഡ് അവിടെ ഫോം ചെയ്യും.
TS spoilage പറയുന്ന സമയത്ത് അവിടെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ട്. അല്ല, അല്ല. 2 വരുന്നത് ഏതിനായിരുന്നു? ക്ലോസ്ട്രിഡിയം തെർമോസെക്കാലോലൈറ്റിക്കം വരുന്നത് TA സ്പോയിലേജിനായിരുന്നു കേട്ടോ. അത് തെറ്റിയതാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാസിലസ് കൊയാഗുലൻസ്, ബാസിലസ് തെർമോഹൈലിക്കസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ 3 ബാസിലസിന്റെ സ്പീഷീസ്. അതായത് ഫ്ലാക്സോർ സ്പോയിലേജ് മെയിൻ ആയിട്ട് വരുന്നത് ബാസിലസ് സ്പീഷീസ് ആണ്. ആൻഡ് ക്ലോസ്ട്രിഡിയം തെർമോസെക്കാലോലൈറ്റിക് ആണ് TA സ്പോയിലേജിന് കാരണമാകുന്നത്. ആൻഡ് ക്ലോസ്ട്രിഡിയം സ്പോറോജിയൻസ്, അതുപോലെ തന്നെ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നൊക്കെ പറയുന്നത് നമ്മള് മീസോഫിലിക് സ്പോർ ഫോമേഴ്സിലെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ പ്യൂട്രിഫേക്ഷൻ പറഞ്ഞാൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇൻസോള് സ്കാറ്റോള് അമോണിയ ഒക്കെ ഫോം ചെയ്യുന്നത്. അതിലാണ് ക്ലോസ്ട്രിഡിയം പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ബാസിലസ് കൊയാഗുലൻസ് ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് PPT ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ആൻസർ ബാസിലസ് സ്പീഷീസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്, സോറി അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ആണ്. ഡ്യൂറിങ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് ഓഫ് ഡ്രൈയിങ്, ഓക്കെ, കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് ഓഫ് ഡ്രൈയിങ് കർവ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഫുഡ് റിമെയിൻസ് ക്ലോസ് ടു ദി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അതാണ് അസേഷൻ. This is because water moves from a interior of the food at the same rate as it evaporates from the surface. For constant rate of drying, അവിടെ എന്താണ്? The surface temperature of food remains close to the wet bulb temperature. നമ്മളത് ഡീഹൈഡ്രേഷൻ പറഞ്ഞപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം സമയം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അസേഷൻ കറക്റ്റ് ആണോ? അസേഷൻ കറക്റ്റ് ആണോ? കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിലെ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഫുഡ് റിമെയിൻസ് ക്ലോസ് ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? ഞാൻ തന്നെ പറയാം. ഓക്കെ, കറക്റ്റ് ആണ് അസേഷൻ. റീസൺ അതിനുള്ള റീസൺ കറക്റ്റ് ആണോ എന്നുള്ള മേ ബി മറ്റേത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡീഹൈഡ്രേഷന്റെ പോർഷൻ ഒക്കെ ഒന്നും കൂടി ഒന്ന് PPT ഒക്കെ ഒന്നും കൂടി നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ദിസ് ഇസ് ബിക്കോസ് ഓഫ് വാട്ടർ. അസേഷൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ റീസൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ബിക്കോസ് വാട്ടർ മൂവ്സ് ഫ്രം ദി ഇന്റീരിയർ ഓഫ് ദി ഫുഡ് അറ്റ് ദി സെയിം റേറ്റ് ആസ് ഇറ്റ് ഇവാബറേറ്റ്സ് ഫ്രം ദി സർഫസ്. അതായത് നമ്മൾ കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഫുഡിന്റെ ഉള്ളിൽ സർഫസിലോട്ട് എത്തും, സർഫസിൽ നിന്നാണ് ഇവാബറേഷൻ നടക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വരുന്നത് നിങ്ങൾ ഗസ് ചെയ്യാത്തതിക്ക് ഞാൻ തന്നെ പറയാം. അതായത് അസേഷൻ കറക്റ്റ് ആണ്, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ 1 ആണ് കറക്റ്റ് കേട്ടോ. ബോത്ത് A and R correct. R is the correct explanation of. എന്താണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി റീച്ച്ഡ് ബൈ ഇവാബറേറ്റീവ് കൂളിംഗ്. ഇവാബറേറ്റീവ് കൂളിംഗ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. It is crucial in drying process because it represents the equilibrium temperature of a surface when moisture evaporates. During the concentrate period of drying, the surface temperature of food stays close to the wet bulb temperature because evaporative cooling prevents it from rising. Water migrates from the interior of the food rate equal to surface evaporation. It maintains the steady drying rate. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay. Next question എന്ന് പറയുന്നത് arrange the order of events during pickle production. പിക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ വിനാഗർ യൂസ് ചെയ്തിട്ട് ആൻഡ് നമ്മുടെ സിട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രൈൻ യൂസ് ചെയ്തിട്ടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതിന്റെ ആ ഒരു സ്റ്റെപ്സ് ആണ്. ഓപ്ഷൻ എ വാഷിംഗ്, സൈസ് റിഡക്ഷൻ, പിക്ലിംഗ്, ബ്രൈനിങ്, പാക്കേജിംഗ്, അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ്. ഇതിൽ ഏതായിരിക്കാം ആൻസർ? ഏതായിരിക്കും? 1 ആണോ 2 ആണോ 3 ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും പിക്ലിങ്ങില്? പറയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ലിങ്ങിന്റെ സ്റ്റെപ്സ് ഒക്കെ അല്ലേ? അതായത് വാഷിംഗ് ആൻഡ് സൈസ് റിഡക്ഷൻ ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഓയിൽ വെച്ചിട്ടാണെങ്കിലും സോൾട്ട് വെച്ചിട്ടാണെങ്കിലും
വിനെഗർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാഷ് ചെയ്ത് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, സോൾട്ടിൽ ഇടും അല്ലേ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൈനിങ് ആണ് വരിക. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ബ്രൈൻ. അപ്പൊ തന്നെ നമുക്ക് അതിന് ആൻസർ കിട്ടി ACBED. അതായത് വാഷ് ചെയ്യുന്നു, ബ്രൈൻ ചെയ്യുന്നു, പിക്ലിംഗ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഏതെങ്കിലും അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സിട്രിക് ആസിഡോ അങ്ങനെ ഏതെങ്കിലും ആസിഡ്സ് ഒക്കെ ആഡ് ചെയ്യുക ആൻഡ് പാക്ക് ചെയ്യുക. അപ്പൊ ആൻസർ വരുന്നത് 1 ആണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ പെർസെന്റേജ് എത്രയായിരുന്നു സോൾട്ടിൽ വേണ്ടത്? ആയിഷ കറക്റ്റ്. സോഡിയം ക്ലോറൈഡ് കണ്ടന്റ് ഇൻ പിക്കിൾ FSSI പ്രകാരം എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ? മിനിമം മിഥുന. ഓക്കെ, മിനിമം ആണ് 12, മാക്സിമം അല്ല കേട്ടോ, മിനിമം 12% ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറായിട്ടുണ്ട്. സ്പെസിഫൈ ദി ഓർഡർ ഓഫ് ദി ഇവന്റ്സ് ഇൻ ജെല്ലി പ്രോസസ്സിംഗ്. എന്ന് പറയുന്നത് ജഡ്ജിങ് ഓഫ് എൻഡ് പോയിന്റ്, boiling fluid with water, filling hot in clean sterilized bottle, washing, straining, sugar addition and heating. ഓക്കെ, അപ്പൊ ജെല്ലി എന്താണെന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കാം? നമ്മളൊരു ഫ്രൂട്ട് എന്നാണ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് എന്താ ചെയ്യണ്ടേ? വാഷിംഗ്. ഐഷ വാഷിംഗ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ഫസ്റ്റ് വരുന്നത് 2 ഉണ്ട്, അതുപോലെ തന്നെ 4 ഉണ്ട്. ആൻഡ് ആ രണ്ടിലും സെക്കൻഡ് ഓപ്ഷൻ എന്ന് കൊടുക്കുന്നത് ബി ആണ്. കറക്റ്റ് ആണ്, ബോയിലിംഗ് ഫ്രൂട്ട്സ് വിത്ത് വാട്ടർ. ഇനി ഇ ആണോ എ ആണോ വരിക? അതായത് ഇ എന്ന് പറയുന്നത് സ്ട്രെയിനിങ്, ഷുഗർ അഡീഷൻ ആൻഡ് ഹീറ്റിംഗ്. അതാണോ ജഡ്ജിങ് എൻഡ് പോയിന്റ് ആയിരിക്കും വരിക? അതായത് കറക്റ്റ് ആണ്. അതായത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്യിക്കും. ഓക്കെ, ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ജെല്ലി ആയതുകൊണ്ട് അവിടെ ട്രാൻസ്ലന്റ് ആയിട്ടുള്ള, സ്പാർക്ലിംഗ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് വേണം. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും? നമ്മൾ സ്ട്രെയിൻ ചെയ്യും. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ജഡ്ജിങ് എന്ന് പറയുന്നത് ജഡ്ജിങ് ഓഫ് എൻഡ് പോയിന്റ്. ഓക്കെ, പെക്റ്റിൻ കണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ജെല്ലിയിലത്തെ? നമ്മൾ 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെക്റ്റിനും ഷുഗറും കണ്ടുപിടിക്കുക. ഓർമ്മയുണ്ടോ? ജെല്ലിയിലെ നമ്മൾ 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ പെക്റ്റിൻ കണ്ടന്റും ജെൽമീറ്റർ ടെസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ജെൽമീറ്റർ ടെസ്റ്റില് നമ്മൾ പറഞ്ഞ ഷുഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പെക്റ്റിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻസ് നമ്മുടെ മിക്സ്ചറിലോട്ട് ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് അതെങ്ങനെ ഫോം ചെയ്യുന്നു, അതിന്റെ ലംബ് എങ്ങനെ ഫോം ചെയ്യണം എന്നതിന്റെ ബേസിൽ അതിൽ എത്രത്തോളം പെക്റ്റിൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ഹോട്ട് ഇൻ ക്ലീൻ സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ. അപ്പോ ഇത്രയാണ് നമുക്ക് അഡ്വാൻസ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലെ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് അല്ലേ? ഏകദേശം ഇപ്പൊ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മോഡിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 19-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പൊ അധിക ദിവസങ്ങളില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു തവണ മാത്രം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ എന്താ, ഒരു തവണ വായിച്ചാലും ചിലപ്പോൾ മൈൻഡിൽ നിൽക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ റിവൈസ് ചെയ്തിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻസും ഒക്കെ ഇതുപോലെ നമ്മുടെ എന്താ പറയുക വീക്ക്ലിയുള്ള ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാം കേട്ടോ. അപ്പോ ഓക്കെ, താങ്ക് യു എവരിവൺ.